ഫൊറാലി ഇന്റീരിയേഴ്സ് ചെയ്ത ഏറ്റവും പുതിയ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കുനിത്തലക്കട എന്ന സ്ഥലത്താണ്. മിസ്റ്റർ ചെറി എന്നവരുടെ വീടിന്റെ ഇന്റീരിയർ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ എക്സ്റ്റീരിയർ ഭാഗമാണ്. ഇതൊരു റിനോവേറ്റഡ് ഹോമാണ്. പഴയൊരു വീടായിരുന്നു, അത് പുതുക്കി ഈ രീതിയിലേക്ക് മാറ്റിയതാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ്, എക്സ്റ്റീരിയർ വ്യൂ, ഇൻറ്റീരിയർ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇതാക്കിയെടുത്തിട്ടുള്ളത്. കൊണ്ടോട്ടി ബേസ് ചെയ്തിട്ടുള്ള ഫോം ആർക്കിടെക്റ്റ് മിസ്റ്റർ ഷബീബ് എന്നവരാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ, ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ അവർ തന്നെയാണ്. വർക്ക് ഫൊറാലി ഇൻറ്റീരിയേഴ്സാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇത് വിരിച്ചിട്ടുള്ളത്, നല്ല ഡിസൈനായിട്ട്. അതുപോലെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സ് എല്ലാം നല്ലോണം വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ ഭംഗി ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തു. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രി വരുന്നത്. കാറിൻ്റെ എൻട്രി ഇവിടെ വരുന്നത്. അതുപോലെ നമുക്ക് വാക്കിംഗ് ആയിട്ട് വരുന്നത് ആ ഒരു എൻട്രിയാണ്. അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇതിൽ നടന്നു വരുന്ന രീതിയിലാണ്. പിന്നെ ആ ഒരു ഭാഗത്ത് ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഔട്ട് സൈഡ് ആയിട്ടുള്ള. പിന്നെ ഇവിടെയൊക്കെ നല്ല പേൾ ഗ്രാസ് വെച്ചിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയും അതുപോലെ തന്നെ നല്ലോണം പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ വീട് മൊത്തത്തിൽ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഏരിയയും പ്ലാന്റ്സും എല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ എക്സ്റ്റീരിയർ വ്യൂ കാര്യങ്ങളെല്ലാം. പിന്നെ വരുന്നത് ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. 2 എൻട്രൻസ് പോലെയാണ് ഈ വീടിനുള്ളത്. ഒന്ന് ഇതിലെ ഈ ഒരു ഏരിയ, പിന്നെ ഒന്ന് അവിടെ. അങ്ങനെ 2 എൻട്രൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോറാണ് ഈ കൊടുത്തിട്ടുള്ളത്, ഹാഫ് ലൈനിൽ ഫിറ്റിംഗ് ഇട്ടുള്ളത്. അങ്ങനെ 3 എൻട്രി ആയിട്ട് തന്നെ ശരിക്കും ഇവിടെ വരുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് മെയിൻ ഡോർ ഇതാണെന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പം വളരെ വിശാലമായിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു അപ്പായിട്ടുള്ളൊരു ഏരിയയിൽ ഈ ഒരു ഏരിയ ഇവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിന് സൺലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലൊരു പ്രത്യേക എം എസും വുഡിൻ്റെ ഷെയ്ഡും കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടൊരു ഇൻഡസ്ട്രിയൽ വർക്ക് ടോപ്പിൽ ചെയ്തു, ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ഇത് ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ആണ്. നമുക്ക് ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്നാണ് വലിയൊരു വീതി കൂടി സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള സിറ്റ് ഔട്ട് ഏരിയ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡോറാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വളരെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത തേക്കിൽ തീർത്തൊരു വുഡൻ ഡോറാണ്. ഒരു ചെറിയ പോർഷനും ഒരു വലിയ പോർഷനായിട്ട് ആ രീതിയിലാണ്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് പീസും കൊടുത്തിട്ട് ആ രീതിയിൽ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയൊരു ഹാൻഡിലും ഇതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇവിടെ ഒരു കൺസോൾ ടേബിളാണ്. നല്ലൊരു ചെസ്റ്റ് ഡ്രോവർ പോലത്തെ ഇവിടെ കൊടുത്തു, ഒരു 6 ഡ്രോവർ കൊടുത്തിട്ട്. അത് കഴിഞ്ഞു ഇവിടെ ലിവിങ് ആണ് ഈ എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത്. ഇത് വുഡൻ ഫ്ലോറാണ്, ഒറിജിനൽ വുഡനിലെ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിലായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. ഇവിടെ ഫുൾ ലെങ്ത്ത് കർട്ടൻ ചെയ്തു. പിന്നെ ഇതാണ് സ്ലൈഡിങ് ഫോൾഡിങ് ആയിട്ടുള്ള ഫിറ്റിങ്സിൻ്റെ ഇത് വരുന്നത്. ഇത്രയാണ് ഇവിടുത്തെ ലിവിങ്ങിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ലിവിങ്ങിൻ്റെ ഒരു ഡോറുണ്ട്, അത് ഈ രീതിയിലാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു ഭാഗം തന്നെ പ്രസ് ചെയ്താൽ തന്നെ 2 ഭാഗവും ക്ലോസ് ആകുന്ന രീതിയിലുള്ള സ്ലൈഡിങ് ഫിറ്റിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള. ഇവിടുന്ന് പിന്നെ ഫസ്റ്റ് പോകുന്നത് നമ്മൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇങ്ങനെ പാസേജിലൂടെയാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കുന്നത്. ഇവിടെ ഒരു ബാത്റൂം വരുന്നത്. അതുപോലെ ഇവിടെ ഇതേപോലെ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ലൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വന്നിട്ടുള്ളത്. അധികം വർക്കൊന്നുമില്ല, എന്നാലും ഒരു പ്രീമിയം ഫിനിഷ് ലെവലിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ ഒരു ടെക്സ്ചർ ഗ്രീൻ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തു. പിന്നെ ഇതൊക്കെ പ്ലൈവുഡിൽ വിനീർ ഫിനിഷിലാണ് ഈ ഒരു പോർഷൻ കാര്യങ്ങൾ, ഈ ബോർഡർ കാര്യങ്ങളൊക്കെ കൊടുത്ത്. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തു. പിന്നെ ഇതിന് ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ വാളിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു. പിന്നെ 2 സൈഡ് ടേബിളുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിലും വരുന്നത് വിനീറിൽ തന്നെയാണ്. അത് ഇങ്ങനെ ബെഡ് കവർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കാണുന്ന
ഇത് വരില്ല. പിന്നെ ഇവിടെ ഇതേപോലെ ഒരു കുഷൻ മാത്രം കൊടുത്ത് ഹെഡിൻ്റെ ഭാഗത്ത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഫുൾ ലെങ്ത്ത് കർട്ടൻ കൊടുത്തു, 2 ലെയർ ആയിട്ടുള്ള. പിന്നെ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു വാർഡ്രോബിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളാണ്. ഇത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ്, നല്ല ടൈം എടുത്ത് ചെയ്തൊരു വാർഡ്രോബിൻ്റെ വർക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ വിനീറാണ്, ഇത് ലാമിനേഷനാണ്, ഇത് വിനീറാണ്. അത് ഈ രീതിയിൽ കവർ ചെയ്ത് 45 ഒക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫുൾ ലെങ്ത്ത് ഇത്രയും ഹൈറ്റുള്ള ടൈപ്പുള്ള ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു ഇതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞൊരു സ്ക്വയർ അല്ല, ഇതിങ്ങനെ ടാപ്പറിങ് രീതി വന്നിട്ട് പിന്നെ സ്ട്രൈറ്റ് ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ ആണെങ്കിലും ഒരു ബ്ലാക്ക് ഫ്രെയിമിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ഷേപ്പ് കണ്ട പറയാം, അതൊക്കെ അത്രയും ഡീറ്റെയിൽഡ് വർക്കാണ്, ആർക്കിടെക്റ്റുമാരുടെ വർക്കിൽ അങ്ങനെയാണ് വരിക. പിന്നെ ഈ ഒരു ലെഗും അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാത്റൂം ഒന്ന് ജസ്റ്റ് കാണിക്കാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം നമ്മളധികം ഇങ്ങനെ കാണിക്കില്ല, പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ബാത്റൂം വളരെ പ്രീമിയം ലുക്കിൽ റേഞ്ചിലായിട്ട് വന്നിട്ടുണ്ട്. വലിയ മിറർ കാര്യങ്ങൾ കൊടുത്തു. പിന്നെ ക്ലോസറ്റ് ബേസിൻ കാര്യങ്ങളെല്ലാം ബ്ലാക്ക്, അതിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് വന്നൊരു ബാത്റൂം ഡിസൈൻ കൂടിയാണത്. ഇനി നമ്മൾ അടുത്തത് ഡൈനിങ് ഹാളത്തെ വാഷ് ബേസിനാണ്. ഇത് എന്നുവെച്ചാൽ ഇത് സ്റ്റെപ്പ് തന്നെയാണ്, സ്റ്റെപ്പിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഈ രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പുഷ് ഓപ്പൺ ഫിറ്റിങ്സാണ് ഡോറുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബേസിന് പ്രത്യേകതരം നല്ല കുഴിയുള്ള ടൈപ്പുള്ളൊരു ബ്ലാക്ക് കളറിലെ ബേസിനാണ്. അതേപോലെ ടാപ്പും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ മിററും ഇവിടേക്ക് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ ഇതിൻ്റെ മിറർ ഡിസൈനും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ വാഷ് ബേസിൻ ഏരിയയിലെ വിശേഷങ്ങൾ. പിന്നെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ഡൈനിങ് സെറ്റാണ് 6 സ്റ്റെയറിൽ വന്നിട്ടുള്ള ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് സീലിങ്ങിൽ ഒരു റോ വുഡിൽ തന്നെയാണ് എൻ്റെ സീലിംഗ് ഒരു പീസ് കൊടുത്തിട്ടുള്ള വുഡൻ്റെ. പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട്, ഒരു നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അത്. പിന്നെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഈ വീട്ടിലത്തെ ബെഡ്റൂമാണ്. ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ വിനീർ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ വിനീറാണ് ഈ ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അതുപോലെ ഇതിൻ്റെ സൈഡ് ടേബിൾ ആണെങ്കിലും ഇതൊരു ലാമിനേഷൻ ഫിനിഷും ഇതൊരു ബാക്കി വുഡൻ്റെത് വിനീർ ഫിനിഷിലും കൊടുത്തിട്ടുണ്ട്. കട്ടിൽ അതേപോലെ ഇതിൻ്റെ വാർഡ്രോബിൻ്റെ ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോബിൻ്റെ സ്ലൈഡിങ്ങിൻ്റെ ഓപ്പൺ ടൈപ്പാണിത്. അത് സ്ലൈഡിങ് ആണ്, ഇത് ഓപ്പൺ ആണ്, പക്ഷേ ഡിസൈൻ്റെ കൺസെപ്റ്റൊക്കെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഒരുപാട് ഡീറ്റെയിൽസുകൾ അടങ്ങിയ ഒരു വാർഡ്രോബാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡി ഏരിയ കാര്യങ്ങൾ ഇത്രയും ലെങ്ത്തിൽ 2 സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ അതേപോലെ ഡ്രോവേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ലാമിനേഷനും വിനീറും ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ കാണാം, ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ അതിന് ഈ ഒരു ഷേപ്പിൽ തന്നെ പോയിട്ട് അതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് മിറർ കൊടുത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു സൈഡ് ടേബിളൊക്കെ ഡിസൈൻ നോക്കിയാൽ അറിയാം, ഒരു നോർമൽ ഷേപ്പ് അല്ല, ഒക്കെ ഒരു വർക്ക് വരുന്ന രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളാണ്. അത് വളരെ വൃത്തിയായിട്ട് തന്നെ ഫൊറാലിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്ലയൻറ്റും ഓക്കെ ആണ് ആ കാര്യത്തിൽ, ആർക്കിടെക്റ്റും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെയും ഇതേപോലെ ഒരു സ്ലൈഡിങ്, ഇത് കിച്ചണിലേക്ക് പോകുന്നൊരു ഭാഗമാണ്. ഇവിടെ ഇതേപോലെ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നേരെ പോകുന്ന ഇവിടുത്തെ TV ഏരിയ, ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ ഇതിൻ്റെ TV യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മൾ വിനീർ തന്നെയാണ് ചെയ്തിട്ട്, വിനീർ ബോർഡർ ചെയ്തു, ഇതും വിനീറിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ട്, ഇത് മൾട്ടിവുഡിൽ ഗ്രൂവ് കൊടുത്തിട്ട് PU പെയിൻറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തതാണ് ഒരു ഗ്രേ ഷെയ്ഡിൽ. പിന്നെ ഇവിടെ TVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ഭാഗത്തൊരു L ഷേപ്പിൽ ഒരു സോഫ സിറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വാർഡ്രോബ് സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗി, ഇതൊക്കെ ഡീറ്റെയിൽ നല്ല വർക്ക് വരുന്ന ടൈപ്പ് ഡിസൈനാണ്, വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആർക്കിടെക്റ്റ് ഡിസൈൻസുകളിപ്പം നല്ല ആ ഒരു രീതിയിലാണ് വരിക, കുറച്ച് വർക്ക് വരുന്ന രീതിയിൽ അത് നല്ല വൃത്തിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കിച്ചണിലേക്കാണ്, മോഡുലർ കിച്ചണിലേക്ക് ഫസ്റ്റ് വരുന്നതിൻ്റെ ഈ ഒരു പോർഷനാണ് ഫ്രിഡ്ജ് ഓവന് കാര്യങ്ങളൊക്കെ വരുന്ന യൂണിറ്റാണിത്. ഇതിവിടെയാണ് ഇതിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതിന് നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫുഡ്
ഫുഡ് കൗണ്ടർ, അതുപോലെ ഇവിടെ ഒരു വാൾ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ, സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇതൊക്കെ ഒക്കെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഭംഗിയാക്കിയതാണ്. ഇത് ടൈലാണ് വരുന്നത്. ഇത് പാനൽ ചെയ്ത് വിനിയറിൽ ഫിനിഷ് ചെയ്തു. അതുപോലെ ആ ഒരു ഏരിയ വിനിയറിൽ ലൂവേഴ്സ് പോലെ ഫിനിഷ് ചെയ്തു, പാനൽ ചെയ്തു. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ലാമിനേഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ ഫിനിഷുള്ള. അതുപോലെ ഇതും ഗ്ലോസി ലാമിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം അത്യാവശ്യം പ്രീമിയം രീതിയിലെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ബ്ലമ്മിൻ്റെ ഫിറ്റിങ്സാണ്. ലിഫ്റ്റപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ട് അടിയുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ടാൻഡം ബോക്സ് കാര്യങ്ങൾ, ഇവിടെ ഹാഫ് ലൈൻ്റെ ടാൻഡം ബോക്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വരുന്നത് കോഡ്സ് ആണ്. കോഡ്സിലാണ് ഇത് 40 ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസുകൾ തന്നെയാണ്. ഇവിടെ ഗ്യാസ് ചിമ്മിനി ഈ ഒരു പോർഷനിലാണ് വരുന്നത്, ഹുഡ് ഹോബ്. അത് ബാക്കി മുകളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു പുറത്തേക്കുള്ള കിച്ചണിക്കുള്ള ഡോറാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയും മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ട് ആ രീതിയിൽ മുകളിലും സ്റ്റോറേജ് കൊടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ മോഡുലർ കിച്ചൺ വിശേഷങ്ങൾ. ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തൊരു ഡിസൈൻസും വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഈ ഒരു വാളും ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബേസിൻ്റെ ഈ ഒരു പോർഷൻ ഡോറുകളും ടെക്സ്ചർ പെയിൻ്റാണ്. അതിൽ ഇവിടെ ഫുൾ ലെങ്ത്ത് ഗ്ലാസ് കൊടുത്ത് കർട്ടൻ കൊടുത്ത് പിന്നെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കി വന്ന വീടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫൊറാൽ ഇന്ത്യൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് പേജ് ഫോളോ ചെയ്യാം.